ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ക്ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. ഈ ടോപ്പിക്ക് ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ബാങ്ക് എക്സാംസിന് അങ്ങനെ വരാറില്ല. SSC, റെയിൽവേ, പിന്നെ നമ്മുടെ PSCക്കൊക്കെ ഇതിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ വരാറുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതൊരു ക്ലോക്കാണെന്ന് വിചാരിക്കുക. സപ്പോസ് ഒരു 3 മണിയാണെന്ന് വിചാരിക്കുക. ഇത് മിനിറ്റ് ഹാൻഡ്, ഇത് അവർ ഹാൻഡ്. അതായത് ക്ലോക്കിൽ എന്താ ഉള്ളത്? നമുക്ക് മണിക്കൂർ സൂചി ഉണ്ടാവും, മിനിറ്റ് സൂചി ഉണ്ടാവും, പിന്നെ സെക്കൻഡ് സൂചി ഉണ്ടാവും. അപ്പോൾ ഇത് 3 മണിയാണ്. ഇത് എപ്പോഴാണ് 4 മണിയാവുന്നത്? അതായത് ഈ മിനിറ്റ് സൂചി ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഈ 60 മിനിറ്റ് ഇങ്ങനെ ഒരു റൗണ്ട് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് എന്താ ഒരു മണിക്കൂറാവുന്നത്. അതായത് 60 മിനിറ്റ് അപ്പോഴാണ് പൂർത്തിയാവുക ഒരു റൗണ്ട് ഫുൾ ആകുമ്പോൾ. അപ്പോൾ ഇതൊരു സർക്കിളാണ്. അതിനർത്ഥം എന്താണ്? ഈ ഇത്രയും ടോട്ടൽ ആംഗിൾ എന്ന് പറയുമ്പോൾ 360 ഡിഗ്രിയാണ്. 60 മിനിറ്റ് ഈ മിനിറ്റ് സൂചി ഒരു റൗണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ എന്താണ് 360 ഡിഗ്രിയാണ് കവർ ചെയ്യുന്നത്. അതായത് 60 മിനിറ്റിൽ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഇത് മിനിറ്റ് ഹാൻഡിൻ്റെ കാര്യമാണ് പറയണത്. അപ്പോൾ ഒരു മിനിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 360/60 6 ഡിഗ്രി. ഒരു മിനിറ്റ് എന്ന് പറയുമ്പോൾ 6 ഡിഗ്രിക്ക് തുല്യമാണ്. ഇവിടെ ഇങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു ലൈൻ ഉണ്ടാവും. 1 2 3 4 5. ഇത് ടോട്ടൽ 5 മിനിറ്റാണ്. ഇതിൻ്റെ ഒരു മിനിറ്റ് എന്ന് പറയുന്നതാണ് എന്ത്? 6 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 6 × 5 30 ഡിഗ്രി ആയിരിക്കും. അതായത് ഈ 5 മിനിറ്റ് എന്ന് പറയണത് 30 ഡിഗ്രിക്ക് തുല്യമാണ്. അതേമാതിരി ഒരു മണിക്കൂറിൽ ഒരു മണിക്കൂർ സൂചി എന്ന് പറയുമ്പോൾ ഇപ്പോൾ 3 മണിയാണ്. ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഇത് എന്താവും? ഈ 4 മണിയാവും. അതായത് ഇത്രയും സഞ്ചരിക്കും, 4ലോട്ട് സഞ്ചരിക്കും. അതായത് ഇത്രയും ഭാഗം എന്താണ്? 5 മിനിറ്റാണ്. 5 മിനിറ്റ് തുല്യമാണ്. 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 30 ഡിഗ്രിയാണ്. ഇത്രയും ഭാഗം എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. അപ്പോൾ അവർ ഹാൻഡ് എന്ന് പറയുന്നത് 60 മിനിറ്റ്സിൽ എത്ര സഞ്ചരിക്കും? 30 ഡിഗ്രിയാണ് മൂവ് ചെയ്യണത്. അപ്പോൾ ഒരു മിനിറ്റിൽ 30/60 എന്ന് പറഞ്ഞാൽ 0.5 ഡിഗ്രിയാണ് നീങ്ങണത്. ഇതാണ് മിനിറ്റ് സൂചിയുടെയും മണിക്കൂർ സൂചിയുടെയും വ്യത്യാസം. മിനിറ്റ് സൂചി ഒരു മിനിറ്റ് എന്ന് പറയുമ്പോൾ 6 ഡിഗ്രിയാണ്. മണിക്കൂർ സൂചി ഒരു മിനിറ്റിൽ നീങ്ങുന്നത് 0.5 ഡിഗ്രിയാണ്. ഇനി ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. ഇതിൽ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇന്ന് ഒരു മോഡൽ ക്വസ്റ്റ്യനാണ് നോക്കുന്നത്. അതായത് മിനിറ്റ് ഹാൻഡിനും അവർ ഹാൻഡിനും ഇടയിലുള്ള ആംഗിൾ ചോദിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതാണ് നോക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ആംഗിൾ ബിറ്റ്വീൻ ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് അറ്റ് 2:30 PM. 2:30 PM AM ആണെങ്കിലും PM ആണെങ്കിലും സെയിം ആണ്. ഇപ്പോൾ 2:30 എന്ന് പറയുമ്പോൾ ഏകദേശം ഇങ്ങനെയായിരിക്കും. ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ആംഗിൾ എന്ന് പറയുമ്പോൾ ഇവിടെ 2 ആംഗിൾ കാണാം. ഈ ആംഗിളുണ്ട്, ഈ ആംഗിളുണ്ട്. ഈ ഉള്ളിലുള്ള ആംഗിൾ, അതായത് ഈ ഇൻറ്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് 11/2 ഇൻറ്റു മിനിറ്റ്സ് മൈനസ് 30 ഇൻറ്റു അവേഴ്സ്. അതായത് 11/2 ഇൻറ്റു ഇവിടെ എത്ര മിനിറ്റാണ്? 30 മിനിറ്റ് മൈനസ് 30 ഇൻറ്റു 2 അവർ. 165 minus 60 is equal to 105 ഡിഗ്രി. ഇപ്പോൾ ഈ ആംഗിളാണ് 105 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കും? നമുക്കറിയാം ഇത് ഫുൾ എന്ന് പറയുന്നത് 360 ആണ്. 360 മൈനസ് 105 ചെയ്യുമ്പോൾ 255 ഡിഗ്രി.
അടുത്ത ക്വസ്റ്റ്യൻ, ആംഗിൾ ബിറ്റ്വീൻ 2 ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് അറ്റ് 8:24 PM. 8:24 ആണ്. ഈ ഫോമുലയിൽ കൊടുക്കാം. 11/2 ഇൻറ്റു മിനിറ്റ്സ് എത്രയാണ്? 24 മിനിറ്റ്സ് മൈനസ് 30 ഇൻറ്റു അവേഴ്സ് എത്രയാണ്? 8 ഇസ് ഈക്വൽ ടു 132 മൈനസ് 240. ഇത് സൈനൊന്നും നോക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്ക് വേണ്ടത്. 108 ഡിഗ്രി. ഇതാണ് ഫസ്റ്റ് മോഡൽ ക്വസ്റ്റ്യൻസ് ആണിത്. സിമ്പിളായിട്ടുള്ള ഈ ഫോമുലയിൽ കൊടുത്ത് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ സെലക്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇതുപോലെ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരായിട്ടൊന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള വേറെയുള്ള ടോപ്പിക് സെയിം നമ്മുടെ ക്ലോക്കിൽ ഇനിയും വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിൽ വേറൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.